ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അന്ധനായ വ്യക്തിയെ സുഖപ്പെടുത്തുന്ന കർത്താവിനെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുക. അവൻ്റെ പാപത്തിൻ്റെ ഫലമാണ് അവൻ്റെ അന്ധതയെന്ന് മുദ്രകുത്തി അവനെ മാറ്റി നിർത്തിയ ജനത്തിൻ്റെ മധ്യത്തിലേക്കാണ് ക്രിസ്തു ഇന്ന് സൗഖ്യവുമായി കടന്നു വരിക. നമ്മുടെ അനുദിന ജീവിതത്തിലും പലവിധ കാരണങ്ങളാൽ നാം മാറ്റി നിർത്തിയ പലരുമുണ്ടാകാം. ഒരുപക്ഷെ മാറ്റി നിർത്തലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരുമായിരിക്കാം നാം. എന്നാൽ ഈ മാറ്റി നിർത്തിയവരുടെ അടുത്തേക്കാണ് ക്രിസ്തു തൻ്റെ സാന്നിധ്യമായും സാന്ത്വനമായും സൗഖ്യവുമായും കടന്നു വരുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാം. കർത്താവേ, എൻ്റെ അനുദിന ജീവിതത്തിൽ പല കാരണങ്ങളാൽ ഞാൻ അനേകരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. ഈ തപസ്സുകാലത്ത് അവരെയെല്ലാം ചേർത്ത് പിടിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.